ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വാനര ചക്രവർത്തിയായ ബാലിയുടെ ശക്തി അചിന്ത്യമായിട്ടുള്ളതാണ്. അതുല്യ വീര്യമുള്ള അഗ്രജനെ യുദ്ധത്തിൽ എങ്ങനെയാണ് അവിടുന്ന് നിഗ്രഹിക്കുക? മഹാവീര പരാക്രമിയായ ലക്ഷ്മണന്റെ വദനത്തിൽ മനോഹരമായൊരു മന്ദസ്മിതം പരന്നു. കപിവര്യനായ സുഗ്രീവ, ഏതൊന്നുകൊണ്ട് ബാലിവധത്തിൽ അങ്ങേക്ക് വിശ്വാസം വരും? സൗമിത്രിയുടെ ചോദ്യം കേട്ട സുഗ്രീവൻ, കുമാര, ഈ സാലങ്ങൾ 7 ഒപ്പം അനേക തവണ ബാലി കുലുക്കിയിരുന്നു. അല്പമൊന്ന് ആലോചിച്ച് സുഗ്രീവൻ തുടർന്നു, ഇതിൽ ഒരു സാലത്തെ ഒരമ്പ് കൊണ്ട് പിളർത്തിയാൽ ബാലിയെ നിഗ്രഹിക്കത്തക്ക കെൽപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ സഖേ ലക്ഷ്മണ, ഈ പോത്തിൻ രൂപത്തിലുള്ള ദുന്ദുഭിയുടെ അസ്ഥിസഞ്ചയം ഒരു കാൽ കൊണ്ട് 200 വില്ല് ദൂരം എത്തത്തക്ക വിധം എറിഞ്ഞാലും മതി. അല്പസമയം അഗാധമായ ചിന്തയിലാണ്ട സുഗ്രീവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, വലിയ വലിയ ശൂരന്മാരെ നിഷ്പ്രയാസം വധിക്കുന്ന വീരാതിവീരൻ, പ്രസിദ്ധിയാർന്ന ബല പൗരുഷങ്ങളോട് കൂടിയവൻ, യുദ്ധത്തിൽ ഒരിക്കലെങ്കിലും പരാജയം പറ്റാത്ത വാനരനാഥൻ ബാലി ദേവന്മാർക്ക് പോലും ദുഷ്കരങ്ങളായ കൃത്യങ്ങൾ ആണ് ചെയ്യുക പതിവ്. അവയെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ ഭയം കൊണ്ട് ഞാൻ കിടുകിടെ വിറയ്ക്കുന്നു. ഈ ഋഷ്യമൂകാചര ശൃംഗത്തിൽ വസിക്കുവാനുള്ള കാരണവും മറ്റൊന്നല്ല, തടുക്കാനോ ജയിപ്പാനോ കഴിയാത്തവനും കോപിഷ്ഠനുമായ കവീന്ദ്രനെ പറ്റിയുള്ള ചിന്ത എന്നെ സദാ അലട്ടുന്നതിനാൽ ഋഷ്യമൂകാചരത്തിൽ നിന്ന് പുറത്തിറങ്ങുക പതിവേയില്ല. മാത്രമല്ല, ഭയവും ശങ്കയുമില്ലാതെ ഈ അരണ്യത്തിൽ തന്നെ നടക്കാറുമില്ല. അതിധീരന്മാരും സ്നേഹസമ്പന്നരുമായ ഹനുമാൻ തുടങ്ങിയവർ എപ്പോഴും ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും. പ്രഭോ, ഇന്നു മുതൽ ബഹുമാന്യമായൊരു ജീവിതത്തിലേക്ക് ഞാനിതാ കടക്കുകയായി. സർവജനവന്ധ്യനായ അവിടുത്തെ സുഹൃത്താക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചുവല്ലോ. ഹിമാചലത്തെ പോലെ സുസ്ഥിര ഹൃദയനായ അവിടുത്തെ ഇതാ അഭയം പ്രാപിക്കുന്നു. എന്നാൽ ദുഷ്ടനായ സഹോദരൻ്റെ ബലം ചിന്തിക്കുവാൻ കൂടി കഴിയാത്തതാണ്. അവിടുത്തെ പരാക്രമം കാണുവാൻ യാതൊരു അവസരവും എനിക്ക് സിദ്ധിച്ചിട്ടുമില്ല. മഹാപ്രഭോ, അവിടുത്തെ പരീക്ഷിക്കുകയല്ല, ഭയം ഉണ്ടാക്കുകയല്ല, ബാലിയുടെ ഘോരഘോരങ്ങളായ കർമ്മങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയമാകെ ചഞ്ചലമാകുന്നു. ദേവാ, വെണ്ണീർ കൊണ്ട് മൂടിക്കിടക്കുന്ന തീക്കനൽ പോലെയാണ് അവിടുത്തെ തേജസ്. വാക്ക്, ബുദ്ധി, ധൈര്യം, രൂപം എന്നിവയാൽ ഇത്രയും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. മഹാത്മാവായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ മധുരമന്ദഹാസത്തോടെയാണ് മറുപടി പറഞ്ഞത്. സുഹൃത്ത് വരേണ്യനായ സുഗ്രീവ, ഞങ്ങളുടെ ശക്തിയിൽ അങ്ങേക്ക് വിശ്വാസമുണ്ടാകുവാൻ വഴിയുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കിത്തരാം. വാനരേന്ദ്ര, യുദ്ധത്തിൽ വഴി പോലെ അങ്ങ് വിശ്വസിക്കണം. ലക്ഷ്മണാഗ്രജൻ സുഗ്രീവനെ സാന്ത്വനപ്പെടുത്തി മന്ദഹാസത്തോടെ എഴുന്നേറ്റു. ദുന്ദുഭിയുടെ അസ്ഥി കിടന്നിടത്തേക്ക് പതുക്കെ നടന്നു. കാലിൻ്റെ പെരുവിരൽ കൊണ്ട് മാമലയ്ക്കൊത്ത അസ്ഥി ഏറ്റവും നിസാരമായ മട്ടിൽ ഒരേറ്. ഉണങ്ങി വരണ്ടു കിടക്കുന്ന ദുന്ദുഭി ശരീരം 10 യോജന ദൂരത്താണ് വീണത്. അത്യത്ഭുതകരമായ ദാശരഥിയുടെ തൃപ്പാദ ശക്തിയെ കണ്ട സുഗ്രീവൻ ലക്ഷ്മണ പുരോഭാഗത്തിൽ നിന്ന് തൊഴുതുകൊണ്ട്, പ്രഭോ, രക്തം കൊണ്ട് ആർദ്രമായതും മാംസം നിറഞ്ഞതുമായ ശരീരത്തെയാണ് അന്ന് ബാലി എറിഞ്ഞത്. ഇപ്പോൾ മാംസമെല്ലാം നശിച്ച് ലഘുവായി വെറും ഉണക്കപ്പുല്ല് സമവുമായിരിക്കുന്നു. രഘുനായക, മതിച്ച ബാലി അന്ന് ക്ഷീണിച്ച സമയത്താണ് ഇതെറിഞ്ഞത്. അവിടുന്ന് ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് പ്രഭോ, ബാലിക്കോ അവിടത്തേക്കോ അധികം ബലമെന്ന് ഈ കർമ്മത്താൽ മാത്രം തീർച്ചപ്പെടുക വയ്യ. അന്ന് പച്ചയായിരുന്നു, ഇന്ന് ഉണങ്ങിയതാണ്. വീരസഹോദരന്മാരായ നിങ്ങളുടെ കെൽപ്പിൽ ഇപ്പോഴും സംശയം മുഴുവൻ തീർന്നിട്ടില്ലെന്നത് സത്യം. ആനയുടെ തുമ്പിക്കൈ പോലെ പെരുതായ ഈ വില്ല് കുലച്ച് ഒരമ്പ് കൊണ്ട് ഈ സാലങ്ങളിൽ ഒന്നിനെ പിളർത്തു. ആ കർണാന്തം വലിച്ചു വിടുന്ന അവിടുത്തെ ബാണം ഇത് പിളർക്കുമെന്നതിൽ സംശയമില്ല. എന്നാലും ഭയതരളിതമായ എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം, സ്വസ്ഥത കിട്ടുവാൻ വേണ്ടി മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. ആവശ്യമെന്ന നിലയിൽ എനിക്ക് വേണ്ടി അവിടുന്ന് ചെയ്യണം. തേജോഗോളങ്ങളിൽ ശ്രേഷ്ഠത ഉള്ളത് സൂര്യനാണ്. സ്ഥാവരങ്ങളായ പർവ്വതങ്ങളിൽ ഹിമാലയം, മൃഗസഞ്ചയങ്ങളിൽ ഏറ്റവും പരാക്രമമുള്ളത് സിംഹം. പരാക്രമികളായ ധീരമനുഷ്യന്മാരിൽ അഗ്രഗണ്യൻ അവിടുന്നും. പ്ലവകേശ്വരൻ ഭംഗിയിൽ പറഞ്ഞതു കേട്ട ദേവൻ ചിരിച്ചുകൊണ്ട് കോദണ്ഡം എടുത്തു. ആത്മസുഹൃത്തിന് വിശ്വാസമുണ്ടാകുവാൻ തിരുമനസ്സിൽ ഉറച്ചു. ചാപത്തെ നിഷ്പ്രയാസം കുലച്ചു. അടുത്ത നിമിഷത്തിൽ അതിൽ നിന്നുണ്ടായ ചെറു ഞാണൊലി ദിഗന്ധങ്ങളിൽ പ്രതിധ്വനി ഉണ്ടാക്കി. ഒരു ബാലലീല പോലെ അമ്പയച്ചു. സ്വർണപ്പിടിയുള്ള രാമബാണം സാലങ്ങളിൽ ഒന്നിനെ തുടർന്ന് അടുത്തുള്ളതിനെ ഇങ്ങനെ 7 ഭേദിച്ചു. ഋഷ്യമൂകസ് ഗിരിശൃംഗത്തെ പിളർന്നു ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നു. ഉടൻ വെളിയിൽ വന്ന് ആവനാഴിയിൽ ഇരുന്നു. അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതകരമായ ഇതെല്ലാം അരക്ഷണം കൊണ്ട് കഴിയുകയും ചെയ്തു.
ശ്രീരാമബാണത്തിൻ്റെ വേഗതയും മാഹാത്മ്യവും കണ്ണിനു മുന്നിൽ കണ്ടപ്പോൾ സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയവർ കണ്ണിമ വെട്ടാതെ സ്തബ്ധരായി നിന്ന നിലയ്ക്ക് നിന്നു. ഒതുക്കുവാൻ കഴിയാത്ത സന്തോഷത്തോടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകഴിഞ്ഞു കപിവരന്മാർ. സർവ അസ്ത്രകോവിതനായ ശ്രീരാമചന്ദ്രനോട് ആനന്ദബാഷ്പം ഒഴുക്കിക്കൊണ്ട് സുഗ്രീവൻ, ദേവാ, മഹാപ്രഭോ, ദേവേന്ദ്രനടക്കം സുരവരന്മാരെയും പോരിൽ നിഗ്രഹിക്കുവാൻ അവിടുന്ന് ഒരേ ഒരാൾ മതി. പിന്നെയാണോ ബാലി? അടിയൻ്റെ ജന്മം സഫലമായി. ഉദ്യമങ്ങളെല്ലാം സാധിച്ചു. എൻ്റെ ശത്രു ഇന്ന് നശിച്ചു കഴിഞ്ഞു. അടിയനിപ്പോൾ സ്വന്തം ആധിപത്യമുള്ള രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രഭോ, അവിടുത്തെ ഒരൊറ്റ ശരം 7 സാലങ്ങൾ, പർവ്വതശൃംഗം, ഭൂമി എന്നിവ പിളർത്തി. പ്രഭോ, അവിടുത്തെ നേരിട്ട് യുദ്ധത്തിൽ നിൽക്കുവാൻ ആരാണുള്ളത്? ഇന്ദ്രനും വരുണനും തുല്യനായ അവിടുത്തെ സുഹൃത്തായി സിദ്ധിച്ച ഈ മഹാപുണ്യവാന്റെ ദുഃഖം നശിച്ചു. സന്തോഷം നിമിഷം പ്രതി വളർന്നു തുടങ്ങി. സഹോദര രൂപത്തിലിരിക്കുന്ന ശത്രുവായ ബാലിയെ ഇപ്പോൾ തന്നെ നിഗ്രഹിച്ച് എൻ്റെ ആഗ്രഹം സഫലമാക്കണേ. ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ച് മനോഹര രൂപത്തിൽ നിൽക്കുന്ന സുഹൃത്തിനെ ആലിംഗനം ചെയ്ത് ശ്രീരാമഭദ്രൻ ലക്ഷ്മണന് സന്തോഷമുണ്ടാക്കത്തക്ക വിധം അരുളി ചെയ്തു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.